1 ഗാലൺ പെട്രോൾ ഉപയോഗിച്ച്, അതായത് ഏകദേശം 4 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് 160 കിലോമീറ്റർ മൈലേജ് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവിശ്വസനീയമായി തോന്നാം. പക്ഷേ 1970കളിൽ ഇത് സാധ്യമാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ടോം ഓഗൽ. അദ്ദേഹം കണ്ടുപിടിച്ച ഡിവൈസിന്റെ പേരാണ് വേപ്പർ കാർബറേറ്റർ. ലോകത്തിന്റെ തന്നെ ഗതി മാറ്റിയേക്കാവുന്ന ഈ കണ്ടുപിടുത്തം പുറലോകം അറിയുന്നതിനു മുന്നേ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ടോം ഓഗൽസ് ഹിസ്റ്ററി. ഒരു സയൻസ് ഫിക്ഷൻ മൂവി പോലെ വളരെ നാടകീയപരമായിരുന്നു ടോം ഓഗലിന്റെ ജീവിതം. 1953 ടോം ഓഗൽ ജനിക്കുന്നത്. ടെക്സസിലെ എൽപാസോയിൽ ഒരു ചെറിയ കാർ റിപ്പയറിംഗ് ഷോപ്പ് നടത്തി വരികയായിരുന്നു. ശാസ്ത്രീയപരമായ ബിരുദങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും യന്ത്രങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം വളരെ വലുതായിരുന്നു. 1970 ഒരിക്കൽ പുൽത്തകിടി വെട്ടുന്ന യന്ത്രം നന്നാക്കുന്നതിനിടയിലാണ് ഓഗലിന് വിപ്ലവകരമായ ഈ ആശയം തോന്നുന്നത്. അതായത് ലിക്വിഡ് രൂപത്തിലുള്ള ഇന്ധനത്തെ വേപ്പറാക്കി മാറ്റി, അതായത് ആവിയാക്കി മാറ്റി എഞ്ചിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൽഷന്റെ കാര്യക്ഷമത വർദ്ധിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതേ തുടർന്ന് തന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 1970 ഗാലക്സി ഫോർഡ് കാറിൽ ചില മാറ്റങ്ങൾ വരുത്തി. സാധാരണയായി ആ വലിയ കാറിന് 1 ലിറ്ററിന് 4 മുതൽ 6 വരെ കിലോമീറ്റർ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഓഗിൾ വരുത്തിയ മാറ്റത്തിന്റെ ഫലമായി ആ വണ്ടിക്ക് 42 കിലോമീറ്റർ മൈലേജാണ് ലഭിച്ചത്. ഓഗിള് തന്റെ കാറിലെ സാധാരണ ഫ്യൂവൽ പമ്പ് ഒഴിവാക്കിയിട്ട് പകരം എഞ്ചിനിലെ വാക്വം ഉപയോഗിച്ച് ഇന്ധനത്തെ ആവിയാക്കി മാറ്റുന്ന ഒരു വേപ്പറൈസർ സിസ്റ്റം സ്ഥാപിച്ചു. ഇതുവഴി ഇന്ധനം പാഴാകാതെ അത് പൂർണ്ണമായിട്ട് കത്തുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. 1977 ഓഗിൾ ഒരു പരീക്ഷണ ഓട്ടം നടത്തി. അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. മാധ്യമങ്ങൾ ഇതിനെ ഓഗിൾ ഫ്യൂവൽ സിസ്റ്റം എന്ന് വിളിച്ചിരുന്നു. പല നിക്ഷേപകരും ഓഗിളിനെ സമീപിച്ചിരുന്നു. അതേസമയം ഓഗിളിന്റെ ഈ കണ്ടുപിടുത്തം വലിയ എണ്ണ കമ്പനികളുടെ ലാഭത്തിന് ഏറ്റ വലിയൊരു പ്രഹരമായിരുന്നു. ആയതിനാൽ ഓഗിളിന്റെ മേൽ അവർ വളരെയധികം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തന്നെ പലരും പിന്തുടരുന്നുണ്ടെന്നും തനിക്ക് വധഭീഷണിയുണ്ടെന്നും പിന്നീട് ഓഗിൾ തന്റെ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയതായി പറയപ്പെടുന്നു. 1981 ഓഗസ്റ്റ് 19 ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് ഓഗിൾ കുഴഞ്ഞു വീണു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഓഗിളിനെ രക്ഷിക്കാനായില്ല. അമിതമായ മദ്യത്തിന്റെയും മരുന്നിന്റെയും ഉപയോഗമാണ് ഓഗിളിന്റെ മരണകാരണമെന്നായിരുന്നു റിപ്പോർട്ട്. പക്ഷേ ഇന്നും ഓഗിളിന്റെ അനുയായികൾ വിശ്വസിക്കുന്നത് ഓഗിളിനെ ആരോ വിഷം കൊടുത്ത് കൊന്നതാണെന്നാണ്. കാരണം വൻകിട കമ്പനികൾ ഓഗിളിന്റെ ഫോർമുല വിൽക്കുന്നതിന് വേണ്ടി ഓഗിളിനെ സമീപിച്ചായിരുന്നു. അപ്പോൾ അവരാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്. ഓഗിളിന്റെ മരണത്തോടെ ഓഗിളിന്റെ കണ്ടുപിടുത്തം എന്നേക്കുമായി ഇല്ലാണ്ടായി. ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇന്ധനത്തെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പറാക്കി മാറ്റുമ്പോഴേക്ക് കാര്യക്ഷമത വർദ്ധിക്കുമെങ്കിലും എഞ്ചിനുള്ളിലെ ചൂട് അമിതമായി വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നു. ഇങ്ങനെ ചൂട് കൂടുന്നതിന്റെ ഫലമായിട്ട് എഞ്ചിന്റെ പിസ്റ്റണുകൾ ഉരുകിപ്പോവുകയും എഞ്ചിന്റെ ആയുസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു വെല്ലുവിളിയെ എങ്ങനെ ഓഗിള് സോൾവ് ചെയ്തു എന്നുള്ളത് ഇന്നും ഒരു രഹസ്യമായിട്ട് തുടരുകയാണ്.